നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോണ നാളുകൾ ഇനി സൗഭാഗ്യമാണ്. ഓണത്തിന് മുൻപ് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു സൗഭാഗ്യം വന്നു ചേരും. ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പല നല്ല കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ ഈ നക്ഷത്ര ജാതകർക്ക് നടക്കും. സെപ്റ്റംബർ മാസം പിറക്കുമ്പോൾ പൊന്നോണക്കാലം കൂടി കടന്നു വരാൻ പോവുകയാണ്. ഈ വർഷത്തെ തിരുവോണം ചിങ്ങം അവസാനത്തോടു കൂടിയാണ് വരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ 15 തീയതി ഞായറാഴ്ചയാണ് തിരുവോണം. ഈ പറയുന്ന 11 നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ ഈ ഓണത്തിന് മുൻപ് ഈ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത കേൾക്കാൻ സാധിക്കും. തീർച്ചയായും വലിയൊരു സൗഭാഗ്യമാണ്, വലിയൊരു നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ 11 നക്ഷത്ര ജാതകർ ആരൊക്കെയാണ്? അവർക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ ഒരു കാലയളവിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഭാഗ്യം തന്നെ വന്നു ചേരും. പ്രവചനം പലപ്പോഴും സത്യമായി തീരാറുണ്ട്. അതങ്ങനെയാണ്. സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുമ്പോൾ ഈ നക്ഷത്ര ജാതകർ ക്ഷേത്രദർശനം മറക്കരുത്. ക്ഷേത്രത്തിൽ പോകണം, അവിടെ വഴിപാടുകൾ അർപ്പിക്കണം. തൻ്റെ ദുഃഖങ്ങളൊക്കെ ദേവനോടോ ദേവിയോടോ പറഞ്ഞ് വഴിപാടുകൾ അർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഈ 11 നക്ഷത്ര ജാതകർക്കും വന്നു ചേരും. ഉറപ്പായ കാര്യമാണ്. ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇനി ഒത്തിരി നല്ല ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് ഇവർ ഏർപ്പെടുന്ന കർമ്മ മേഖലയിൽ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന സമയമാണ്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് ഇവർക്ക് അത് ലഭ്യമാകും. ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നവർ, അതല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ, അതല്ലെങ്കിൽ വലിയ ബിസിനസ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ കർമ്മ മേഖലയിൽ നിന്ന് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരും. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് ഓണത്തിന് മുമ്പ് ലഭ്യമാകും. ഓണത്തിന് മുമ്പ് ഇവർ ആഗ്രഹിച്ച കാര്യം ഇവർക്ക് നടന്നു കിട്ടും. ഉറപ്പായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. സൗഭാഗ്യം എന്താണ് എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരു ജോലിയുടെ കാര്യമാകാം, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നേട്ടമാകാം. ഏതായാലും ഇവർ ആഗ്രഹിച്ചത് എന്താണോ അത് ഈ ഒരു കാലയളവിൽ ഇവർക്ക് നടന്നു കിട്ടും. ഉറപ്പായ കാര്യമാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. കാലങ്ങളായി മനസ്സിൽ വച്ച് ആലോചിച്ചു കൊണ്ടിരുന്ന ഒരു സ്വപ്നം സഫലമാകാൻ പോവുകയാണ്. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഇവർ ആഗ്രഹിച്ച കാര്യം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. സ്വപ്നം എന്തു തന്നെയായാലും അത് പൂവണിഞ്ഞ് തന്നെ കിട്ടും. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും. ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ഒരു ഷോപ്പ് കൂടി തുടങ്ങാനൊക്കെയുള്ള അവസരം ഇവർക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനലാഭമാണ് ഇവരെ സംബന്ധിച്ച് കാണുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന രോഹിണി നക്ഷത്ര ജാതകർക്ക് അത് നടന്നു കിട്ടുന്ന സമയമാണ്. ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. രോഹിണി നക്ഷത്ര ജാതകർ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്.
തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അത് കിട്ടും. അതുപോലെ തന്നെ ജോലിക്കായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ആ ഇൻ്റർവ്യൂ ഒക്കെ വിജയിക്കുവാൻ കഴിയുന്ന സമയമാണ്. ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഏതായാലും തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. 5ാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. മകത്തിനും ഇത് ഐശ്വര്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും മകം നക്ഷത്ര ജാതകരും എത്തും. ഇനി മകത്തിൻ്റെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തത്തിനും ഇത് നല്ല ഉയർച്ചയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷം നിറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നതുമായ സമയം. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതിക്കും ഇത് സന്തോഷത്തിൻ്റെ സമയം തന്നെയായിരിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. ധനം ധാരാളം വന്നു ചേരുന്ന സമയം. ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ആ ബിസിനസ്സിൽ വളരെ അഭിവൃദ്ധി വന്നു ചേർന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. 8ാമത്തെ നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളും സന്തോഷകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം. എല്ലാ രീതിയിലും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്നത്. ഓണത്തിന് മുമ്പ് തന്നെ ഇവർക്ക് ഭാഗ്യങ്ങൾ ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. 9ാമത്തെ നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാടത്തിന് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ഈ ഒരു സമയത്ത് ലഭിക്കും. ശത്രുക്കളുടെ മേൽ വിജയം, ധന അന്നസുഖ സമൃദ്ധി, പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ച് നടക്കും. അതുപോലെ ഇഷ്ടവസ്തുക്കളുടെ ലഭ്യത അതൊക്കെ ഈ ഒരു സമയത്ത് ഇവരെ സംബന്ധിച്ച് ലഭ്യമാകും. ഏതായാലും ഭാഗ്യത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയത്തിനും ഭാഗ്യങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. മാറ്റത്തിൻ്റെ സമയമാണ് വന്നു ചേരുന്നത്. ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമാണ് ഈ ഒരു കാലയളവിൽ ഇവർക്ക് വന്നു ചേരുന്നത്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ ഇവർ എത്തിച്ചേരും. ചതയം ഭാഗ്യമാണ്. ചതയം നേട്ടത്തിലേക്കാണ് എത്തുന്നത്. എല്ലാ രീതിയിലും സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതിക്കും ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ ഒരു കാലയളവിൽ വന്നു ചേരും. ധനാഗമനത്തിൻ്റെ സമയമാണ്. ധനപരമായി ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടം കൊയ്യുന്ന സമയമായിരിക്കും ഈ ഒരു കാലയളവ്. ഇവരെ സംബന്ധിച്ച് ഭാഗ്യമാണ്, നേട്ടമാണ്. അതുപോലെ കുടുംബകാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ വീണ്ടും നിലനിൽക്കുന്ന ഒരു സമയമൊക്കെ ഇവർക്ക് വരും. സ്വന്തമായൊരു വീടൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു കാലയളവിൽ അതിനൊക്കെ സാധ്യമാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധി ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച കാണുന്നു. അതുപോലെ ജോലി സംബന്ധമായി ഉണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് എത്തുന്നു. ഒരു വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹാലോചനയൊക്കെ വരുന്ന സമയമാണ്. ഏതായാലും നേട്ടങ്ങൾ ഒരുപാട് രേവതി നക്ഷത്ര ജാതകർക്കുമുണ്ട്. ഓണത്തിന് മുൻപേ രക്ഷപ്പെടുന്ന എല്ലാ രീതിയിലും ധനാഗമനം ധാരാളം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരിൽ ഈ 11 നക്ഷത്ര ജാതകരുമുണ്ട്. ഇവരെ സംബന്ധിച്ച് ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. അങ്ങനെ ഒത്തിരി ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. പ്രവചനം സത്യമായി തീരും. ഉറപ്പായ കാര്യമാണ്.